നമസ്കാരം. പ്രഭാഷണം തുടരാൻ. പെട്രോളിന്റെ വില 5 രൂപ വർദ്ധിപ്പിച്ചു. എന്തു തോന്നുന്നു? എത്ര കൂട്ടിയാലും ഞാൻ 500 രൂപയ്ക്ക് അടിക്കുള്ളൂ. 5 രൂപ 30 പൈസ പെട്രോളിനും 3 രൂപ ഡീസലിനും കൂട്ടി നയാര മാതൃക കാണിച്ചിരിക്കുകയാണ് അല്ലേ. അതായത് പുറകെ വരുന്നവർക്ക് ഇത്രയും തന്നെ കൂട്ടണം എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ ഇതാരാണ് ഓർഡർ കൊടുത്തത്, ആരാണ് ഈ 5 രൂപ അല്ലെങ്കിൽ 3 രൂപ കൂട്ടാൻ പറഞ്ഞത് എന്നൊന്നും ആർക്കും അറിയില്ല. ഒരു സുപ്രഭാതത്തിൽ അവർ തന്നെ തീരുമാനിച്ചു അങ്ങ് കൂട്ടി. അങ്ങനെ ആയോ നമ്മളുടെ പെട്രോളിയം നിയമങ്ങൾ നയങ്ങളൊക്കെ അങ്ങനെ ആയി എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റുള്ള കമ്പനികൾക്ക് ഇതൊരു മാതൃക കാണിച്ചിരിക്കുകയാണ് നയാര പമ്പ് അല്ലേ. അതായത് ഇലക്ഷൻ കഴിയുന്നിടം വരെ നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഇനിയും വില കൂടാൻ പോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റിൽ പെട്രോൾ 1ാം നമ്പറാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇത് ഇവർക്കൊരു മാതൃകയാണ്, ഇനി പുറകെ വരുന്ന കമ്പനികൾക്ക് മാതൃകയാണ്. അപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം കുറേ ബാരിക്കേഡുകൾ, പോലീസ് കണ്ണീർ വാതകങ്ങൾ അല്ലെങ്കിൽ ലാത്തി പ്രയോഗങ്ങളെല്ലാം പല പല രാഷ്ട്രീയ കക്ഷികളും ഇതിനെതിരെ തിരിഞ്ഞേനെ അല്ലേ. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഇനി ആര് ഭരിച്ചാലും അവർക്കും കൂടെ കിട്ടുന്ന ഒരു സുഖമെന്നുള്ള രീതിയിൽ മിണ്ടാണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനം നടത്തിയാൽ അത് പിന്നെ കേസാവുമല്ലോ എന്നോർത്തൊക്കെ ആയിരിക്കാം ആരും ഒന്നും മിണ്ടുന്നില്ല. പിന്നെ നമ്മൾ ഈ ചൂണ്ടുവിരൽ മഷി പുരട്ടി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു സെൽഫി ഇടാൻ മാത്രം വിധിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യം മാത്രമാണ്.